മന്ന വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതെൻ്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ് എബിയാണ്. എബി എപ്പോഴും എൻ്റെ വീഡിയോയിൽ വരാറുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എബി ഇന്ന് ഞാനൊരു കഥ പറയുമോ? എന്താണെന്നറിയോ, ഞാൻ എബിയെ പഠിപ്പിച്ച കാലത്തൊക്കെ ഞാനിങ്ങനെ പകല് പഠിപ്പിക്കുന്നു, സബ്ജക്റ്റ് പഠിക്കുന്നു എന്നുള്ളതല്ല. ഇതങ്ങനെയല്ല, ഗുരുകുല വിദ്യാഭ്യാസം. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗുരു ശിഷ്യനെല്ലാം ഒന്നിച്ച് ജീവിക്കുക. അപ്പോൾ ഒരു ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് പട്ടിണിയല്ലേ, നിങ്ങൾ വീട്ടിൽ പോയി ശിഷ്യന്മാരെ എല്ലാം വീട്ടിൽ പറഞ്ഞയച്ചു. വീട്ടിൽ പോയി 3 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് വീട്ടിൽ പോയി കുറച്ച് അരി ആരും കാണാതെ കട്ടോണ്ട് വരണം എന്ന് പറഞ്ഞു. ശരി, എല്ലാ ശിഷ്യന്മാരും പോയി. ഗുരു പറഞ്ഞിരിക്കുന്ന 3 ദിവസമാണ്. 3 ദിവസം കഴിഞ്ഞു എല്ലാവരും അരി കൊണ്ടുവന്ന് ഗുരുവിൻ്റെ സമീപത്ത് വെച്ചു. ഒരുവൻ മാത്രം വിഷമിച്ച് നിൽക്കുക. എന്താ പറ്റി? എനിക്ക് അരി എടുക്കാൻ പറ്റിയില്ല ഗുരു. അതെന്താ നിനക്ക് എടുക്കാൻ പറ്റാൻ? എനിക്ക് അവിടെ ചെന്നിട്ടേ ഞാൻ 3 ദിവസവും അരി എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യവും എടുക്കുമ്പം എനിക്ക് എൻ്റെ മനസാക്ഷി എടുക്കുന്നത് കാണുക. അന്നേരം എനിക്ക് അരി എടുക്കാൻ പറ്റണില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അരി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഗുരു കൈ കൊട്ടി ഭയങ്കര സന്തോഷം ഗുരുവിന്. ഗുരു പറഞ്ഞു, ഞാൻ ഇതാ ആഗ്രഹിച്ചത്, എൻ്റെ മനസാക്ഷിക്ക് വിരോധമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, നിങ്ങളുടെ എല്ലാം മനസാക്ഷിയെ ഞാനൊന്ന് നോക്കുമായിരുന്നു. അതാണ് ഒരു യഥാർത്ഥ മനസാക്ഷി ഉള്ളവർക്ക് ആരും കാണാതെ എടുക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ മനസാക്ഷി അത് കാണുന്നു. അങ്ങനെ കാണാതെ എടുക്കാൻ പറ്റാതിരുന്ന ഗുരുവിൻ്റെ അടുത്ത് വന്ന ശിഷ്യൻ ആരെന്നറിയാവോ? അതാണ് സ്വാമി വിവേകാനന്ദ. മനസ്സിലായോ? ഇങ്ങനെ ഈ സ്വാമി എന്നൊക്കെ പറയുമ്പോൾ അവരിലൊക്കെ അന്തർലീനമായ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എബിയൊക്കെ പഠിച്ചപ്പോൾ എന്നിലൊന്നും അങ്ങനെ വല്ലതും കിട്ടിയില്ല, അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും സബ്ജക്റ്റ് സുവോളജിയും ബോട്ടണിയും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിച്ചു. അതിങ്ങനെ പഠിച്ചു ജീവസമ്പാദനത്തിനും കൊള്ളാം. പക്ഷെ നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ പ്രവർത്തനത്തിന് ഇതുപോലുള്ള നല്ല മനസാക്ഷികളെ സൃഷ്ടിക്കാൻ പറ്റിയ അധ്യാപകരെയാണ് ആവശ്യം. മനസ്സിലായോ? അപ്പൊ ഇത് ലോകമെമ്പാടുമുള്ളവർക്കൊരു പാഠമായിരിക്കട്ടെ. ഞാനുണ്ടല്ലോ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന് അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം അധ്യാപകരുണ്ടല്ലോ, ഇതുപോലെ നല്ല മനസാക്ഷിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക. സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കാതെ അവരുടെ ജീവിതപാതയിലേക്ക്, അവരുടെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ വളർച്ചയിലേക്ക് കൂടി നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അങ്ങനെ എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ സമർപ്പിക്കുന്നു. നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.